കോവളത്ത് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബോട്ടിംഗ്. ഇതൊരു സ്പീഡ് ബോട്ടാണ്. 4 പേർക്കാണ് ഇതിൽ പോകാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മളെ കടലിൽ കറക്കും. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കരയിൽ തന്നെ ഇങ്ങനെ നിന്നപ്പോൾ കുറച്ച് ബോറടിച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരറ്റത്ത് ഈ ബോട്ടിങ് കണ്ടത്. അപ്പോൾ പിന്നെ ചക്കുവിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അവിടെ മണ്ണിലിരുന്ന് ഒറ്റയ്ക്ക് കളിക്കുമായിരുന്നു. ഇവിടെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ കളിക്കാനായിട്ട് മേടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ബോട്ടിങ്ങിന് പോയതാണ്. ഞങ്ങളുടെ ട്രിവാൻഡ്രം കന്യാകുമാരി ട്രിപ്പിൽ ഡേ 1 കാഴ്ചകളാണിതൊക്കെ. ബീച്ചിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കളിക്കണം എന്നുള്ളതാണ് ചക്കുവിൻ്റെ ഒരു നിർബന്ധം. കാരണം ചക്കു കാണുന്ന കുറച്ച് യൂട്യൂബ് ചാനൽസ് അതുപോലത്തെയാണ്, ഡയാന, നാസ്തിയ അങ്ങനെയുള്ള ചാനൽസ്. അപ്പോൾ അവരിതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടാണ് ബീച്ചിൽ കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാണിത്. അത്ര നേരം കരയിൽ നിന്ന പോലെ അല്ലായിരുന്നു. കടലിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും എനർജിയും ത്രില്ലും എന്താ പറയുക, ഒരു അഡ്രിനാലിൻ റഷ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. ബോട്ട് ഓടിച്ചുകൊണ്ടിരുന്ന ആൾ നല്ല അടിപൊളിയായിരുന്നു. ആളുടെ കുറച്ച് സ്കിൽസുകളൊക്കെ കാണിച്ചു. വീഡിയോ എടുക്കൽ കുറച്ച് ടാസ്ക് ആയിരുന്നു. കാരണം നല്ല തിരയൊക്കെ വരുമ്പോൾ ഫ്രണ്ടിൽ അടി വരുമ്പോൾ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ഫോണൊക്കെ. പക്ഷെ മാനേജ് ചെയ്തെടുത്തു. കുറച്ച് അകലെയുള്ള 2-3 സ്പോട്ടുകൾ അവർ കാണിച്ചു തന്നു. അതുപോലെ തന്നെ കടലിൽ കുറച്ചങ്ങോട്ട് പോയപ്പോൾ കുറച്ച് നേരം അവർ നിർത്തിയിട്ടു ബോട്ട്. ഞങ്ങളുടെ ഈ ഡേ 1 പീക്ക് ചെയ്തത് ഈ ബോട്ടിങ്ങിലായിരുന്നു. ഇതൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ ആളവിടെ സൈലൻ്റായിട്ടിരുന്ന് അതൊക്കെ വെച്ച് കളിച്ചെങ്കിലും ഞങ്ങൾ തിരിച്ച് ബോട്ടിൽ വന്ന ശേഷം ആൾ കുറച്ച് കലാപം ഉണ്ടാക്കി.